എന്ത് ഫ്രൂട്ടാണെന്ന് മനസ്സിലായോ? അതെ, ഇതാണ് അവക്കാഡോ, നമ്മുടെയൊക്കെ ബട്ടർ ഫ്രൂട്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ് ഈ അവക്കാഡോ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഫ്രൂട്ടാണ് അവക്കാഡോ. അതുപോലെ ഇതിൻ്റെ അകത്ത് എന്തോരം വിറ്റാമിൻസ് അടങ്ങിയിരിക്കുന്നതെന്നറിയോ? അതുപോലെ ആൻറ്റി ഓക്സിഡൻസും. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടായിരുന്നു ഈ ബട്ടർ ഫ്രൂട്ട്. പക്ഷെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ റെസിപ്പി ഉണ്ടല്ലോ, അത് അവക്കാഡോ സ്മൂത്തിയാണേ. അതുണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് അവക്കാഡോനോട് കുറച്ചൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങിയത്. ഇപ്പം ഞാൻ എവിടെ നിന്ന് അവക്കാഡോ കിട്ടിയാലും ഈ അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കുന്നത് പതിവായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഈ അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഈ റെസിപ്പി ഉപയോഗിച്ചൊരു സ്മൂത്തി ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് കാണാം. ഞാൻ നല്ല പഴുത്ത അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്ത അവക്കാഡോ ആണ് നമ്മുടെ സ്മൂത്തിക്ക് ആവശ്യം. എൻ്റെ പപ്പേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറേ പച്ച അവക്കാഡോ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ഒരെണ്ണം എടുത്ത് പഴുപ്പിച്ചതാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല പച്ച അവക്കാഡോ ആണെങ്കിൽ അത് പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കാനുള്ള ടിപ്പ് പറഞ്ഞു തരട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അവക്കാഡോ ചോറ് വെക്കുന്ന അരിയില്ലേ, ആ ചോറ് വെക്കുന്ന അരി വെച്ചിരിക്കുന്ന ടിന്നിൽ പൂഴ്ത്തി വെക്കുക. പൂഴ്ത്തി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്കാഡോ ടിന്നിൽ വെച്ചിട്ട് അരിൻ്റെ പുറത്തേക്കും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച്. എന്നിട്ട് ആ ടിന്ന് മൂടി വെക്കുക. അങ്ങനെ 2 ദിവസം വെക്കുമ്പോഴത്തേക്കും നമ്മുടെ അവക്കാഡോ നന്നായിട്ട് പഴുത്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് കുറേ അധികം പച്ച അവക്കാഡോ ഉണ്ട്, ഒന്നിച്ച് അങ്ങ് പഴുത്ത് പോകരുതെന്നാണെങ്കിൽ ആ അവക്കാഡോ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അവക്കാഡോ പുറത്തെടുത്ത് ഇതുപോലെ പൂഴ്ത്തി വെച്ച് പഴുപ്പിക്കാവുന്നതാണ്. സാധാരണ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ടാണ് പഴുത്ത് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായി പഴുത്ത് കിട്ടുന്നതാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എന്തെല്ലാമാണെന്ന് നോക്കാം. ഇത് ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ടപ്പാലാണ്, 500 ml പാലാണിത്. പഞ്ചസാര ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഹോർലിക്സ് ബൂസ്റ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒരു അവക്കാഡോയും. ഇന്ന് എടുത്തിരിക്കുന്ന അവക്കാഡോ ചെറിയ അവക്കാഡോയാണ്. വലിയ അവക്കാഡോ ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ചിലവർ ഈ പഞ്ചസാരയ്ക്ക് പകരം പഞ്ചസാര സിറപ്പ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ തേൻ യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലവർ നാരങ്ങ വരെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ഇതെല്ലാം അവക്കാഡോ ഇഷ്ടമുള്ളവരാണ്. നമ്മൾ ആദ്യമായിട്ട് അവക്കാഡോ ഇഷ്ടമില്ലാത്തവരൊരു സ്മൂത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ കുടിച്ച് തുടങ്ങിയാലേ നിങ്ങൾക്ക് അവക്കാഡോ ഇഷ്ടപ്പെടുള്ളൂ. അല്ലാണ്ട് മറ്റേതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം ഈ അവക്കാഡോയ്ക്ക് പ്രത്യേകം ഒരു ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചേർക്കുന്നോ അതാണ് അതിൻ്റെ ടേസ്റ്റ്. അത് കാരണം തന്നെ ഇത് ഉപയോഗിച്ച് വേണം തുടക്കക്കാരല്ലെങ്കിൽ അവക്കാഡോ ഇഷ്ടമില്ലാത്തവർ സ്മൂത്തി അടിക്കാൻ. ഞാനിനി അവക്കാഡോ എങ്ങനെയാണ് മുറിക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോണത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ നടുക്കൊരു കുരു ഉണ്ട്, അത് കട്ടായി പോകാതെ കണ്ടോ. ഇനി നമ്മൾ ഈ കുരു മാറ്റിയിട്ട് അത് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് സ്കൂപ്പായി കിട്ടും. ഇതിൻ്റെ ഫ്ലഷ് മുഴുവൻ നമുക്ക് എടുക്കാം. നമുക്ക് ആദ്യം പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടപ്പാലാണ് എടുക്കേണ്ടത്, ഇച്ചിരി അലിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കണം. ഇവിടെ നല്ല പഞ്ചസാര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്ര എടുത്തത്. പക്ഷെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഹോർലിക്സ്, നമ്മളിപ്പോൾ എടുത്ത് വെച്ച അവക്കാഡോ. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ അടിച്ചെടുക്കാം. നല്ല കട്ടി സ്മൂത്തി ഇഷ്ടമുള്ളവർക്ക് ഇത് മതി. ഇല്ലാത്തവർ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല, അല്ലാണ്ടാണ് അടിക്കുന്നത് കേട്ടോ.
ഇതാണ് നമ്മുടെ സ്മൂത്തിൻ്റെ പരുവം. അത്യാവശ്യം കട്ട് ചെയ്യണമെന്നാൽ തീരെ ലൂസും അല്ല, സ്മൂത്തിയൊക്കെ എപ്പോഴും ടൈറ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ അവക്കാഡോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലോ അല്ലേ? ആകെ ഞാൻ 4 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഒന്ന് അവക്കാഡോ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഇപ്പോൾ അവക്കാഡോ ഈ സ്മൂത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നത് വരെ see you.